നമ്മുടെ രാശിചക്രത്തിലെ സപ്തഗ്രഹങ്ങളായ അർക്ക, ശുക്ര, ബുധചന്ദ്ര, മന്ദജീവ, ധാരാസുത, രാഹുകേതുക്കളും കൂടെ കൂടി നിൽക്കുന്ന രാശിചക്രത്തിലെ രാഹുകേതുക്കൾ പുറകോട്ടും സപ്തഗ്രഹങ്ങൾ മുന്നോട്ടും സഞ്ചരിക്കുമ്പോൾ ഈ രാഹുകേതുക്കളുടെ മധ്യത്തിൽ വരുന്ന സപ്തഗ്രഹങ്ങൾക്ക് മൗഢ്യം സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇവർ തങ്ങി നിൽക്കുമ്പോൾ ജാതകന് കിട്ടുന്ന അനുഭവദോഷം, അല്ലെങ്കിൽ കാലതാമസം, കാര്യതടസ്സം, കർമ്മതടസ്സം, ഏത് കാര്യവും കയ്യെത്താ ദൂരത്ത് വന്നിട്ട് നമ്മളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾക്കും തടസ്സമായിട്ട്, എന്നാൽ ജാതകത്തിൽ എത്ര വഴിപാട് ജാതകൻ കഴിച്ചാലും ജാതകഫലം പൂർണ്ണമായി കിട്ടാതെ വരുന്നു. ഇതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. ഇത് എല്ലാ കാലവും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇതിന് പരിഹാരം അത്യാവശ്യമായിട്ടും ചെയ്തില്ലെങ്കിൽ പൂർണ്ണമായ ഫലം ജാതകൻ അനുഭവിക്കാൻ ഫലം ഇല്ലാതെ വരും. അപ്പോൾ കാളസർപ്പയോഗത്തിൻ്റെ ദോഷനിവാരണാർത്ഥം നമ്മുടെ ചെമ്മനാട് ഗരുഡസ്വാമി ക്ഷേത്രത്തിൽ മെയ് 31 നടക്കുന്ന കാളസർപ്പയോഗ നിവാരണ പൂജയിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണമായും ജാതകത്തിൽ നിന്ന് കാളസർപ്പയോഗം നിവാരണം ചെയ്ത് അതിന് പൂർണ്ണമായ രക്ഷ ചെയ്ത് മാറ്റിയെടുക്കുന്ന ഒരു പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിക്കുന്ന കർമ്മമാണ് നടക്കുന്നത്. അതിലേക്ക് നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷം പൂർണ്ണമായി മാറാൻ വേണ്ട ഒരേ ഒരു സംഭവം ഗരുഡയന്ത്രം, അതുപോലെ തന്നെ ഗരുഡ പൂജ, ഗരുഡ പുരാണത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അത് വെച്ച് ചെയ്യുന്ന കർമ്മമാണ് ഇത്. അത് എല്ലാവരും അതിൽ പങ്കെടുത്ത് നമ്മൾ നല്ല ഇതിലേക്ക് വന്നാൽ കാളസർപ്പയോഗമുള്ള ജാതകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പൂജ വേണ്ട വിധം കൈകാര്യം ചെയ്യുകയാണ് അന്നവിടെ ചെയ്യുന്ന ഒരു പ്രധാനമായി നടക്കുന്നത്. അത് പല പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ആദ്യമായി ചെയ്യുന്നത് മെയ് 31 ഞായറാഴ്ചയാണ്. അത് പറ്റുന്ന ആളുകൾ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പങ്കെടുക്കാൻ പരിശ്രമിക്കുക. ജ്യോതിഷ ആത്മീയ അറിവുകളും ക്ഷേത്രവാർത്തകളും അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.